അതായത് ഈ ആകാശ ദൃശ്യങ്ങൾ പൂർണ്ണമായി നോക്കുമ്പോൾ നമുക്ക് കാണാം നദിയിലേക്ക് മണ്ണൊലിച്ചു പോയിട്ടുണ്ട്. ടൺ കണക്കിന് മണ്ണാണ് ആ മല ഇടിഞ്ഞ് വന്നത്. അത് ഈ റൂട്ടിൽ നേരെ നദിയിലേക്ക് പോയിട്ടുണ്ട്. ആ പോയ മണ്ണാണ് ഒരു മൺകൂമ്പാരമായി അവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. അത് മറുഭാഗത്തുള്ള കരയിലെ വീടുകളെയും ഈ മണ്ണൊലിപ്പ് ബാധിച്ചിട്ടുണ്ട്. കാരണം ഈ മണ്ണ് അവിടേക്കും എത്തിയിട്ടുണ്ട്. അവിടെയും വീടുകൾ തകർന്നിട്ടുണ്ട്. ഈ മൺകൂമ്പാരത്തിനിടയിൽ ഒരുപക്ഷെ ഏതെങ്കിലും ഒരു വാഹനത്തിന്റെ ഭാഗം അല്ലെങ്കിൽ വാഹനം തന്നെ പൂർണ്ണമായും ഉണ്ടാകാനുള്ള സാധ്യതയും നമ്മൾ തള്ളിക്കളയുന്നില്ല. ഈ പുഴയോരത്തുള്ള മൺകൂനയിൽ ഈ ഭാഗത്തും ഒരുപക്ഷെ വാഹനങ്ങളോ അല്ലെങ്കിൽ ആളുകളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സമഗ്രമായ തെരച്ചിലാണ് നമുക്ക് വേണ്ടത്. ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള സെർച്ച് ഓപ്പറേഷനാണ് സർ നമ്മൾ ആവശ്യപ്പെടുന്നത്. അത് ഒരു ഡ്രൈവറല്ലേ മണ്ണിനടിയിൽ എന്ന ചോദ്യം ഒരിക്കലും ചോദിക്കാൻ പാടില്ലായിരുന്നു സർ. അങ്ങനെ ഒരു ചോദ്യം വന്നത് തന്നെ നിർഭാഗ്യകരമാണ്. ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഞങ്ങൾക്ക് ഓരോ മനുഷ്യനും ഓരോ മനുഷ്യജീവനും അത് ദേശവ്യത്യാസമില്ലാതെ ഒരേപോലെ നമ്മൾ കരുതുന്നവരാണ്. അങ്ങനെയുള്ള മനുഷ്യരാണ് സർ ആവശ്യപ്പെടുന്നത്. അല്ലാതെ മുകളിൽ പിടിപാടുള്ള ഒരു കുടുംബത്തിലെ ആളായതുകൊണ്ടൊന്നുമല്ല. അർജുൻ ഒരു മലയാളി ആയതുകൊണ്ടാണ് കേരളം മുഴുവൻ ഒന്നടങ്കം മലയാളികൾ ലോകത്ത് എവിടെയുണ്ടോ അവരൊക്കെ ഈ സെർച്ച് ഓപ്പറേഷന്റെ ഭാഗമാകാൻ വന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് കർണാടക സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കാൻ പോകുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ദൗത്യസംഘം രക്ഷാപ്രവർത്തനം നിർത്തിവെക്കാൻ പോകുന്നു എന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുകയാണ്. അതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾക്കായി നമുക്ക് ഷിരൂരിലേക്ക് പോകണം. AK അഭിലാഷ് നമുക്കൊപ്പം ചേരും. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അങ്കോളയിലെ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ ഇന്ന് 6ാം ദിവസമാണ്. 6ാം ദിവസവും ഒരു തുമ്പും കിട്ടാതെ നമുക്ക് ഈ അന്വേഷണം അവസാനിപ്പിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് നിർഭാഗ്യകരമാണ്, നിരാശാജനകമാണ്. ആ രണ്ട് വാക്കുകളും ഉപയോഗിക്കാതിരിക്കാൻ കഴിയുന്നില്ല സർ. കാരണം അത്രയേറെ പ്രതീക്ഷയോടെയാണ് ഷിരൂരിൽ നിന്ന് വരുന്ന ഓരോ മിനിറ്റിലെയും വിവരങ്ങൾ നമ്മൾ ശേഖരിച്ചുകൊണ്ടേയിരുന്നത്. അർജുൻ്റെ കുടുംബം മാത്രമല്ല, അർജുനായി ഒരു നാട് മുഴുവൻ കാത്തിരിക്കുകയാണ്. ആ ഒരു സെൻസിറ്റീവായി അല്ലെങ്കിൽ അങ്ങനെ അത്രയും പ്രാധാന്യത്തോടെ ആ വിഷയത്തെ സമീപിക്കാൻ, അതിനാവശ്യമായ നടപടിക്രമങ്ങൾ സ്വീകരിക്കാൻ സംവിധാനങ്ങൾക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്ന ചോദ്യം അവിടെ നിലനിൽക്കുകയാണ് സാർ. അപ്പോഴാണ് നമുക്ക് ആശ്വാസമാകേണ്ട അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കും, രാത്രിയിലും രക്ഷാപ്രവർത്തനം തുടരുമെന്ന ആത്മവിശ്വാസം നൽകുന്ന വാചകങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ റവന്യൂ മന്ത്രിയും സ്ഥലം സന്ദർശിച്ച ശേഷം അർജുൻ മണ്ണിനടിയിലില്ല, ലോറി മണ്ണിനടിയിലില്ല, പുഴയിലുണ്ടായേക്കും എന്ന് പറയുന്ന തൊടുന്യായങ്ങൾ പറഞ്ഞിട്ട് മടങ്ങിപ്പോകുന്നത് ഞങ്ങളെ ഒരുപാട് നിരാശപ്പെടുത്തി സർ. അതുകൊണ്ട് മാത്രമാണ് ആ നിരാശയിൽ നിന്നാണ് ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഈ രീതിയിലുള്ള ഒരു തെരച്ചിലായിരുന്നില്ല നമ്മൾ പ്രതീക്ഷിച്ചത്. സമഗ്രമായ തെരച്ചിൽ രാവും പകലുമില്ലാതെ ആ ഒരു പ്രദേശത്തിൻ്റെ സങ്കീർണത, അതുപോലെ ഈ രക്ഷാപ്രവർത്തനം എത്രത്തോളം ദുഷ്കരമാണ് അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോഴും നമ്മുടെ ആഗ്രഹം ജീവനോടെ ഒരു മനുഷ്യനെ തിരിച്ച് നമുക്ക് പിടിക്കാൻ കഴിയണം എന്നുള്ളതായിരുന്നു. ഇന്ന് 6ാം ദിവസമാണ്. ചൊവ്വാഴ്ച രാവിലെ 8:45 ഈ മണ്ണിടിച്ചിലുണ്ടായത്. തെരച്ചിലിന് വേഗം വെച്ചത് 4ാം നാൾ മാത്രമാണ്, 19ാം തീയതി മാത്രമാണ്. 19-ന് തെരഞ്ഞു, 20-ന് തെരഞ്ഞു, 21-ന് നമ്മൾ തെരഞ്ഞു. ആ ദൗത്യം വൈകുന്നേരമാകുമ്പോഴേക്കും അവസാനിപ്പിക്കുകയാണ്. രക്ഷാപ്രവർത്തനത്തിൻ്റെ സങ്കീർണതയെക്കുറിച്ച് അറിയാത്തത് കൊണ്ടല്ല, പക്ഷേ രക്ഷാപ്രവർത്തനം പൂർത്തിയാകണമെന്ന്, എത്രയും വേഗം പൂർത്തിയാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്.